പോയ വാരത്തിൽ 4 ദിവസവും നിഫ്റ്റി അതിന്റെ നിർണായക ലെവലായ 6500 താഴെയാണ് കൂടുതൽ സമയവും വ്യാപാരം നടത്തിയത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 മാസത്തെ മാർക്കറ്റ് റാലി ഒരു പ്രീ ഇലക്ഷൻ റാലി ആണ് എന്ന് വിലയിരുത്തപ്പെടുമ്പോൾ ഇനിയുള്ള നാളുകളിലെ മാർക്കറ്റിന്റെ മുന്നേറ്റം ഒരു അല്പം അനിശ്ചിതാവസ്ഥയിലാണ് എന്ന് വേണം പറയാൻ. കഴിഞ്ഞ 2 പാർലമെന്റ് ഇലക്ഷനിലും ഇലക്ഷൻ റിസൾട്ട് ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റിൽ റാലി ഉണ്ടായത്. എന്നാൽ കഴിഞ്ഞ 2 മാസം കൊണ്ട് മാത്രം വിപണിയിൽ ഇപ്പോൾ 10% മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ റിസൾട്ട് അതിന്റെ ഒരു പരിധി വരെ മാർക്കറ്റിൽ ഇപ്പോൾ ഡിസ്കൗണ്ട് ചെയ്യപ്പെട്ടു എന്ന് വേണം കരുതാനായിട്ട്. അതിനാൽ ഇനിയുള്ള നാളുകളിൽ ഇലക്ഷനെ സംബന്ധിച്ചുള്ള ഒപ്പീനിയൻ പോൾസ് എങ്ങനെ വരും എന്നുള്ളത് വിപണിക്ക് വളരെ നിർണായകമാണ്. അടുത്ത ആഴ്ചയിലെ മാർക്കറ്റിലെ പ്രധാന സംഭവം മാർച്ച് മാസത്തിലെ ഫ്യൂച്ചേഴ്സ് പൊസിഷന്റെ ക്യാരി ഓവർ അത് എത്രമാത്രം നടക്കുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ മാസം F&O ക്യാരി ഓവർ 3 മാസത്തെ ഏറ്റവും ലോയിലായിരുന്നു. എന്നാൽ ഏപ്രിൽ 1-ന് RBI പോളിസി വരാനിരിക്കെ റേറ്റ് സെൻസിറ്റീവായ ബാങ്കിങ്, ഫൈനാൻഷ്യൽ, റിയൽ എസ്റ്റേറ്റ് എന്നീ സെക്ടറുകളിലെ ഓഹരികളിൽ നല്ല റോൾ ഓവർ പ്രതീക്ഷിക്കുന്നുണ്ട് വിപണിയിൽ. ഇപ്പോഴത്തെ ആഗോള വിപണിയിലെ അനിശ്ചിതത്തിന്റെ ഒരു പ്രധാന കാരണം അമേരിക്കൻ സെൻട്രൽ ബാങ്കിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ ചില അനൗൺസ്മെന്റ് ആയിരുന്നു. അമേരിക്കയിലെ 2008-ന് ശേഷം പലിശ നിരക്കുകൾ അതിന്റെ എക്കാലത്തെയും കുറഞ്ഞ ലെവലായ 0.25% കഴിഞ്ഞ 6 വർഷമായിട്ട് തുടരുകയാണ്. ഇത് 2015 മധ്യത്തോടെ മാത്രമേ അവിടുന്ന് മുകളിലേക്ക് ഉയരൂ എന്നാണ് വിപണി ഇതുവരെ വിലയിരുത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ മീറ്റിംഗിന് ശേഷം അമേരിക്കൻ സെൻട്രൽ ബാങ്ക് പറഞ്ഞത് അടുത്ത 6 മാസത്തിനുള്ളിൽ അമേരിക്കയിലെ പലിശ നിരക്കുകളിൽ മാറ്റം വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതിനെ തുടർന്ന് ആഗോള ഓഹരി വിപണികളിൽ വളരെ പെട്ടെന്ന് ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടായി. എന്നാൽ കറൻസി മാർക്കറ്റിൽ ഒരുപക്ഷെ ഈ റിയാക്ഷൻ ഇനിയുള്ള ദിവസങ്ങളിൽ തുടരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ തന്നെ അമേരിക്കൻ ഡോളർ മറ്റ് കറൻസികളെ അപേക്ഷിച്ച് സാവധാനം കരുത്താർജിക്കുകയാണ്. ചൈനയുടെ കറൻസി യുവാൻ കഴിഞ്ഞ 1 വർഷത്തെ ഏറ്റവും താഴ്ന്ന ലെവലിലാണ്. എന്നാൽ കഴിഞ്ഞ ജാനുവരിയിൽ സംഭവിച്ചതുപോലെ ഇത്തവണ ഇന്ത്യൻ കറൻസിയിൽ ഒരു വലിയ വ്യത്യാസം പ്രതീക്ഷിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ഏഷ്യൻ വിപണികളിലും മറ്റ് എമർജിംഗ് മാർക്കറ്റിലും കറൻസിയിലെ വോളറ്റിലിറ്റി ഉണ്ടായാൽ വിദേശ നിക്ഷേപത്തില്, പ്രത്യേകിച്ച് ഈ റീജിയനിലേക്കുള്ള വിദേശ നിക്ഷേപത്തില് ഒരു വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് മാർക്കറ്റ് അതിന്റെ ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോൾ വിദേശ നിക്ഷേപത്തിന് ഒരു ഇടിവുണ്ടായാൽ തീർച്ചയായിട്ടും ഇനിയുള്ള മാർക്കറ്റിന്റെ മുന്നേറ്റത്തെ അത് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞ 5 ദിവസങ്ങൾ കൊണ്ട് മാത്രം വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ 4400 കോടിയുടെ ഇക്വിറ്റിയാണ് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിലെ നിഫ്റ്റിയുടെ മൂവ്മെന്റ് നോക്കിയാൽ പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വ്യാപാര ദിനത്തിൽ നിഫ്റ്റി 6500-ന് ചുറ്റുമാണ് ട്രേഡ് ചെയ്യുന്നത്. വിപണിയുടെ ആദ്യത്തെ മണിക്കൂറിലും അവസാനത്തെ മണിക്കൂറിലും ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ നിഫ്റ്റി വളരെ ചെറിയ മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. ചില ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ഉദാഹരണത്തിന് RSI, MACD, അതോടൊപ്പം സ്ലോ സ്റ്റോക്കാസ്റ്റിക് എന്നിവ കാണിക്കുന്നത് ഒരു നെഗറ്റീവ് ഇൻഡിക്കേഷൻ ആണ്. അപ്പോൾ ഇനിയുള്ള നാളുകളിൽ വിദേശ നിക്ഷേപത്തിൽ കുറവുണ്ടാവുകയോ അല്ലെങ്കിൽ ആഗോള വിപണികളിൽ ഒരു വിൽപ്പന സമ്മർദ്ദം ഉണ്ടാവുകയോ ചെയ്താൽ ഇന്ത്യയിലെ മുൻനിര ഓഹരികളിലും ഒരുപക്ഷെ നിഫ്റ്റിയിലും സെൻസെക്സിലും അതിനനുസരിച്ചുള്ള ഒരു ഇടിവുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇത് ഈ മുൻപ് പറഞ്ഞ 2 ഫാക്ടേഴ്സിനെ, അതായത് FII ഇൻവെസ്റ്റ്മെന്റിനെയും ആഗോള വിപണികളുടെ ചലനത്തെയും മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നിഫ്റ്റി 6415-ന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത് വിപണിയിൽ ഒരു വിൽപ്പന സമ്മർദ്ദം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതിന് താഴെ 6330 വിപണിക്ക് സപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുകളിലേക്ക് 6560-ലേക്ക് വരുമ്പോഴേ നിഫ്റ്റിയിലെ വിൽപ്പന സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ടായിരുന്നു. എന്നാൽ മാർക്കറ്റിന് ഇതിന് മുകളിലേക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയെങ്കിൽ 6700 വരെ റാലി കിട്ടാൻ സാധ്യതയുണ്ട്. വരുന്ന നാളുകളിലേക്ക് നിക്ഷേപത്തിന് കരുതാവുന്ന ഒരു ഓഹരി HMVL ആണ്. ഹിന്ദുസ്ഥാൻ മീഡിയ വെഞ്ചേഴ്സ് പ്രിന്റ് മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഉള്ള 2ാമത്തെ ന്യൂസ് പേപ്പറായ, ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള 2ാമത്തെ ന്യൂസ് പേപ്പറായ ഹിന്ദുസ്ഥാൻ, അതോടൊപ്പം നന്ദൻ, കാദംബനി എന്നീ മാഗസിനുകളും
ഈ കമ്പനി പ്രസിദ്ധീകരിക്കുന്നു. ഇവർക്ക് ബീഹാർ, ഉത്തരാഖണ്ഡ്, ഉത്തരാഞ്ചൽ എന്നീ സ്ഥലങ്ങളിലെ മാർക്കറ്റ് ലീഡർഷിപ്പ് ഉള്ളപ്പോൾ ഡൽഹി, UP എന്നിവിടങ്ങളിലെ 2ാം സ്ഥാനമാണുള്ളത്. വളരെ സ്ട്രോങ് ബാലൻസ് ഷീറ്റാണ് ഈ കമ്പനിക്കുള്ളത്. ഡെപ്റ്റ് ഫ്രീ ആണ്. എന്നാൽ ഈ ഓഹരി വിപണിയിൽ അത്രമാത്രം കൂടുതൽ വ്യാപാരം നടക്കുന്നതല്ല. അതിനാൽ പോർട്ട്ഫോളിയോയുടെ 10% കൂടുതൽ ഈ ഓഹരികൾ വാങ്ങരുത്. അതോടൊപ്പം 120 താഴെ ഈ ഓഹരി ക്ലോസ് ചെയ്താൽ പൊസിഷൻ നേരെ പകുതിയാക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക, ഇൻഡിട്രേഡിലെ നിക്ഷേപകർക്കായി ഈ ഓഹരി നേരത്തെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ഓഹരി വിപണി കയറ്റിറക്കങ്ങൾ നിറഞ്ഞതിനാൽ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ ഉപദേശത്തോടുകൂടി മാത്രമേ വിപണിയിൽ നിക്ഷേപിക്കാവൂ.